ബ്രിട്ടീഷ് 1857 വാറ് കഴിഞ്ഞ ശേഷം, അതായത് സിപ്പോയ് മ്യൂട്ടിനി കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായ പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് എന്ത് കാരണത്താൽ, ഏത് കാരണത്തിൽ നമ്മുടെ എക്കോണമി, നമ്മുടെ സാമ്പത്തികം, അത് എങ്ങനെയൊക്കെ അവർ ചൂഷണം ചെയ്തു, എത്രത്തോളം നമ്മൾ ബേസിക്കലി ഇന്ത്യ വന്നിട്ട് ഒരു അഗ്രികൾച്ചർ കൺട്രിയാണ്. ഇതിനെ കമേഴ്സ്യലൈസ് ചെയ്ത് മാറ്റി അവരുടെ ആവശ്യത്തിനുള്ള കമേഴ്സ്യൽ പ്രോഡക്ട്സിന് അല്ലെങ്കിൽ കമേഴ്സ്യൽ ആവശ്യമായ, അതായത് അതുങ്ങളെ വളർത്തിയെടുക്കാനും ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിന് പകരം അവർക്ക് ആവശ്യമുള്ള, ബ്രിട്ടീഷിന്റെ ആവശ്യമുള്ള കോട്ടനും ഇൻഡിഗോ ഒക്കെ നിർബന്ധമായിട്ട് ഇന്ത്യയിൽ നടത്തി. അപ്പൊ നമുക്കിവിടെ കാർഷികത്തിലാണ് കൂടുതലായിട്ട് ഇക്കോണമിയിൽ വന്നത്. ആ ഇക്കോണമീനെ അല്ലെങ്കിൽ സാമ്പത്തികത്തിനെ മാറ്റി, അഗ്രികൾച്ചറിനെ മാറ്റി അതൊരു മാർക്കറ്റ് ലെവലില്, അതായത് നമ്മുടെ ഇന്ത്യ മാർക്കറ്റ് ലെവലിലേക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുക. അതേമാതിരി അവർക്ക് ആവശ്യമുള്ള അവരുടെ ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അവിടെ ഇംഗ്ലണ്ടിൽ വന്നിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷന് വേണ്ട സാധനങ്ങൾ ഇവിടെ, റോ മെറ്റീരിയൽ ഇവിടെ ഉണ്ടാക്കുക, അത് ഇവിടെ നിന്ന് അവർ കൊണ്ടുപോകും, പിന്നെ അവിടെ വിൽക്കും, അത് കഴിഞ്ഞ് തിരിച്ചിവിടെ കൊണ്ടുവരും വിൽക്കാൻ. അപ്പൊ ഒരു വിധത്തിൽ നോക്കിയാൽ ഒരു മാർക്കറ്റ്, സാധനം മേടിക്കാനും അതേമാതിരി തിരിച്ചു കൊണ്ടുവന്ന് വിൽക്കാനുള്ള ഒരു കമേഴ്സ്യൽ ലെവലിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടന്നത്. അതിൽ കൂടെ ഇവരെന്താ ചെയ്തു വെച്ചാല് നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചറിനെ മാക്സിമം ഉപയോഗിച്ചു. ആദ്യമായിട്ട് നമുക്ക് നോക്കാവുന്നത് പ്രോഡക്റ്റ് മാർക്കറ്റ്സ്, എന്തൊക്കെ വിധത്തിലുള്ള മാർക്കറ്റ്സ് ആണ് ഉണ്ടാക്കിയത്. അരി, ഗോതമ്പ, നെയ്യ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിന് പകരം അവർ ഇൻപുട്ടായിട്ട് കൊണ്ടുവന്നിരുന്നത് പ്രോഡക്ട്സ്, ഇതിന് കാർഷികത്തിന് ആവശ്യമുള്ള ടൂൾസ്, വിത്തുകൾ, വിളവുകൾ, അല്ലെങ്കിൽ ധാന്യങ്ങളുടെ ആവശ്യമുള്ള നമുക്ക് ഫെർട്ടിലൈസേഴ്സ്, ബുള്ളക്സ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം കൊടുത്തോണ്ടിരുന്ന നമ്മളുടെ മാർക്കറ്റ്. പക്ഷെ അത് പതുക്കെ പതുക്കെ ഈ ഹാൻഡ് ക്രാഫ്റ്റിൽ നിന്ന് മിഷ്യൻ മെയ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ മിഷ്യനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ലെവലിലേക്ക് പോവാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിലേക്ക് പോവാണ്. ലേബർ മാർക്കറ്റിനെ പറയുകയാണെങ്കിൽ ഇവിടെ ലേബേഴ്സ് ഒരുപാടുണ്ട്, പണിയെടുക്കാൻ ആൾക്കാർ ഇഷ്ടംമാരെ ഉണ്ട്. അപ്പോൾ ഒരാള് 10 പേരുടെ ആവശ്യമുള്ള സ്ഥലത്ത് 100 പേര് വെയിറ്റിംഗിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും, അവർക്ക് ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്ന ലേബർ ആയിരിക്കും അവരെടുക്കുക, അല്ലെങ്കിൽ അവര് അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെ അവിടെ ലേബറിന്റെ പൈസയിലും, അതായത് നിറയെ ശമ്പളം കൊടുക്കാണ്ട് അല്ലെങ്കിൽ വലിയ കൂലി കൊടുക്കാണ്ട് ചെറിയ കൂലി കൊടുത്ത് ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക. അതിനാണ് നമ്മൾ ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാൻഡ് മാർക്കറ്റ് എന്ന് വെച്ചാല് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് കടന്നെടുത്ത് നമ്മൾ സ്ഥലം മേടിക്കുക, കർഷകൻ സ്ഥലം മേടിക്കുക. സ്വന്തമായിട്ട് കർഷകന് സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ പാട്ടത്തിനെടുക്കും, എന്നിട്ട് അവിടെ കൃഷി ചെയ്യും. ഇതുമല്ലെങ്കിൽ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വലിയ വലിയ ജമീന്ദാറിന് അല്ലെങ്കിൽ വലിയ പണക്കാർക്ക് എവിടെ ലാൻഡ് ഉണ്ടോ അവരുടെ ലാൻഡിൽ ഇവര് അടിയാന്മാരായിട്ട് പണിയെടുക്കുന്നു. അപ്പൊ അങ്ങനെയും ഒരു ലാൻഡ് മാർക്കറ്റും ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു. ഇതേ സമയം ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ കമേഴ്സ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇതിന് ആവശ്യമുള്ള പണം കയ്യിലില്ല. അത് കഴിഞ്ഞാൽ മാത്രമല്ല, പണം ഉണ്ടാക്കുക മാത്രമല്ല, ടാക്സ് കൊടുക്കണം, കരം കൊടുക്കണം, അതേമാതിരി വാടക കൊടുക്കണം, ക്യാഷ് ആയിട്ട് കൊടുക്കണം. ഇതിനൊക്കെ വിത്ത് മേടിക്കാനോ കാളേനെ മേടിക്കാനോ അതിന് വേണ്ട ആയുധങ്ങൾ മേടിക്കാനോ എല്ലാത്തിനും ഈ കർഷകന് പൈസയുടെ കുറവ് വരുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, വേറെ ആരോടെങ്കിലും കടം മേടിക്കാൻ നിൽക്കും. അങ്ങനെ അയാൾക്ക് മാത്രമല്ലല്ലോ, അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, കർഷകനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുടുംബക്കാരെയും ഫാമിലിക്കാരെയും സ്വന്തക്കാരെയും എല്ലാം നോക്കേണ്ട ഒരു ആവശ്യം വരുന്നതുകൊണ്ട് അയാൾ വേറെ ആരുടെങ്കിലും നിന്ന് പണം മേടിച്ചിട്ടായിരിക്കും ഇത് നടത്തിക്കൊണ്ടു പോവുക. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് ടാക്സേഷൻ എന്ന് വെച്ചാൽ ഒരു ലാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മളുടെ വിളവ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ വിളവാണ്. എത്രത്തോളം വിളവ്, എല്ലാ സ്ഥലത്തും ഒരേ മാതിരി വിളവ് കിട്ടില്ല. കാരണം
അതിന് ഒരു ലാൻഡിന്റെ അതായത് ഭൂമിയുടെ മണ്ണിന്റെ വ്യത്യാസം ഉണ്ടാവും, വെള്ളത്തിന്റെ വ്യത്യാസം ഉണ്ടാവും, അതിന്റെ ഏത് ക്രോപ്പാണ് ഇടുന്നത് അതിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്താ ചെയ്തത് വെച്ചാല് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനി എന്നേ ഞാൻ പറയാലോ, ഗവൺമെന്റ് എന്ന് പറയാറായിട്ടില്ല, കമ്പനി എന്ന് പറയാം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവരാണ് ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യിച്ചാൽ 2 സിസ്റ്റം കൊണ്ടുവന്നു. എന്താണ് 2 സിസ്റ്റം? ടാക്സ് എങ്ങനെ മേടിക്കണം, അല്ലെങ്കിൽ കരം എങ്ങനെ മേടിക്കണം, റെഗുലർ ആയിട്ട് കരം എങ്ങനെ മേടിക്കണം, അതിന് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാനുണ്ട്. ആര് ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ എത്രത്തോളം ഫിക്സ് ചെയ്യണം, എങ്ങനെ അത് കളക്ഷൻ ചെയ്യണം, കർഷകന്റെ കയ്യിൽ നിന്ന് കളക്ഷൻ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളുടെ കർഷകന്റെ മുതലാളി അല്ലെങ്കിൽ ജമീന്ദാറിന്റെ കയ്യിൽ നിന്ന് മേടിക്കണോ എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ള സ്റ്റേറ്റ് ആണ്. അപ്പൊ അവിടെയാണ് ആര് കൊടുക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഈ പ്രൊഡക്ഷൻ, അതായത് ലാൻഡിൽ നിന്ന് പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് കൊടുക്കണോ, അല്ലെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ട് ഒരു ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഇത്ര തരിക, നിങ്ങൾക്ക് കർഷകന് ലാഭം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും തരണം. ഇതൊന്നും നമ്മൾ ഇവിടെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ ഈ കാലഘട്ടത്തിൽ, അതായത് ബ്രിട്ടീഷ് കമ്പനീന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു മുഗൾ രാജാക്കന്മാര് വളരെ വളരെ വീക്കായി പോയിക്കൊണ്ടിരുന്നു. നമ്മൾ അവരൊക്കെ പറയുന്നത് ലേറ്റർ മുഗൾസ് എന്നാണ്, അല്ലെങ്കിൽ പിന്നാലെ വന്ന ആദ്യത്തെ 6 രാജാക്കന്മാർക്ക് ശേഷം വരുന്ന രാജാക്കന്മാരൊന്നും അത്രത്തോളം, മുഗൾ രാജാക്കന്മാരൊന്നും അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരുടെ സാമ്രാജ്യം തകർന്നു പോവുകയും ബ്രിട്ടീഷ് അതിനെ മാക്സിമം ആയിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ വരുമ്പോ സൗത്ത് ഇന്ത്യയിൽ അവർ വലിയ സാമ്പത്തികമുള്ള ബെൻസാല്, ബീഹാറ്, കോസ്റ്റൽ ഒറീസ, ഈസ്റ്റേൺ സൈഡ് എല്ലാം അവര് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം അവരുടെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജമീന്ദാർമാര് അല്ലെങ്കിൽ അവിടെയുള്ള കർഷകരെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് ടാക്സ് മേടിക്കുക. ഇതെല്ലാം എന്താ ഇത് ഈ അഗ്രികൾച്ചറിന്റെ മാത്രമല്ല നമ്മൾ ടാക്സ് കാണുന്നത്, പിന്നെ വ്യവസായം, ബിസിനസ്, ട്രേഡ്, ഹാൻഡിക്രാഫ്റ്റ്, കരകൗശല സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ ഇവിടെ നിന്ന് മേടിച്ച് ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ബിസിനസ്, ബൈയിങ് ആൻഡ് സെല്ലിങ്, ട്രേഡിങ് അത് നടക്കുന്നുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പല വിധത്തിലും ബിസിനസ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അത് അവരുടെ യൂറോപ്പിൽ കൊണ്ടുപോവുക, വിൽക്കുക, കാശുണ്ടാക്കുക. ബേസിക്കലി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിസിനസ്സുകാരാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ബിസിനസ്സുകാർക്ക് എത്രത്തോളം ലാഭം കിട്ടാൻ സാധിക്കും, ഏത് വഴിയിൽ ലാഭം കിട്ടാൻ സാധിക്കും എന്നുള്ള ഒരൊറ്റ ചിന്തയേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ കൺട്രോൾ ചെയ്ത് പോകുന്നു. അടുത്തതായിട്ട് ട്രയാങ്കുലർ ട്രേഡ്, അല്ലെങ്കിൽ 3 തരം നമ്മള് ട്രേഡ് എന്താ വെച്ചാല്, ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊന്ന് മേടിച്ചിട്ട് അവിടെ കൊടുത്തിട്ട് അവിടെ നിന്നൊന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുക, എങ്ങനെ വരിക. ഇവിടെ കമ്പനി എന്താ ചെയ്ത വെച്ചാല്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തിരുന്നത് ഈ എക്സ്പോർട്ട്, ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് മെയിൻ ആയിട്ട് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. ഇതിന് അതുകൂടാണ്ട് നമ്മൾ കാണുന്നത്, ഇവർക്ക് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് അവര് റോ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അതിനുശേഷം അവരുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മൂന്നാമത്തെ രാജ്യം ഇന്ത്യ, ബ്രിട്ടൻ, ചൈന, ഇത് മൂന്നുമാണ് ട്രയാങ്കുലർ ട്രേഡ്. ട്രൈ എന്ന് വെച്ചാൽ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ്. ചൈനയിൽ നിന്ന് ചായ കൊണ്ടുവരും, അതേമാതിരി ഇവിടെ അതിന് പകരം അവർ സിൽവർ കൊടുക്കും. ചൈനയ്ക്ക് ഇംഗ്ലണ്ടിലത്തെ സാധനങ്ങൾ അവരല്ലെങ്കിലും വിദേശികളായ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അവർ ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ അവർക്ക് അത് താല്പര്യമില്ല. അപ്പൊ എന്ത് പറ്റും, ചൈനീസ് നമ്മുടെത്തുനിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് മേടിച്ചിരുന്ന സാധനങ്ങള് ഐവറി, ദന്ത സാധനങ്ങള്, റോ കോട്ടൺ, പിന്നെ ഓപ്പിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചരസ് എന്ന് പറയുന്ന ഒരു സാധനം, അത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി
ഉറക്കം തൂങ്ങുന്നമാതിരി അവരുടെ എനർജിയൊക്കെ പോകും. അത് ചൈന ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു വലിയൊരു കാര്യമായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഓപ്പിയം വാർ എന്ന് പറഞ്ഞിട്ട് ചൈനയിൽ നടത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഇത് വന്ന് നമ്മളുടെ ഇവിടെ നാട്ടിൽ കാണുന്ന മാതിരിയുള്ള കഞ്ചാവും ചരസ് എന്നൊക്കെ പറഞ്ഞ സാധനം തന്നെയാണ് ഇത്. അതെന്താ പറ്റുക വെച്ചാൽ ഈ നല്ല ആൾക്കാരെ, അതായത് യങ്സ്റ്റേഴ്സിനെയാണ് അത് എഫക്ട് ചെയ്യുക. അപ്പൊ അവരുടെ എനർജി മുഴുവൻ പോകും, മടി പിടിച്ചിരിക്കും. ഇപ്പൊ ഇവിടെ കാണുന്നത് എന്താണ്, ടീ മേടിച്ചിട്ട് അവര് ഇവിടെ കൊണ്ടുവരും, ഇവിടെ നിന്നുള്ള സാധനം അവിടെ കൊണ്ടുപോകും. അപ്പൊ 3 കൺട്രി, അതായത് 3 പോർട്ട്, കൽക്കട്ട പോർട്ട്, കാൻഡൺ ചൈനയിലെ പോർട്ടും ലണ്ടൻ പോർട്ടും, ഇതിനെയാണ് നമ്മൾ ട്രയാങ്കുലർ ട്രേഡ് എന്ന് പറയാം. ഇതിനെ കൂടെ അവര് ഒരുപാട് ബിസിനസ്സിൽ സമ്പാദിക്കുകയും അവര് പണം അവരുടെ ട്രഷറിയിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. ഇനി ഏതൊക്കെയാണ് വ്യവസായത്തിന് അല്ലെങ്കിൽ ബിസിനസ്സിന് ആവശ്യമുള്ള ക്രോപ്പ്? അത് എന്തൊക്കെയെന്ന് വെച്ചാല്, 1 ഇൻഡിഗോ, 2 കോട്ടൺ, 3 റോ സിൽക്ക്, 4 ഓപ്പിയം, പിന്നെ പെപ്പർ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പെപ്പർ. അത് കൂടാണ്ട് ടീ ആൻഡ് ഷുഗർ. ഇതാണ് മെയിൻ ആയിട്ട് വ്യവസായത്തിന് കയറ്റി അയക്കാനും ഉള്ള സാധനങ്ങളായിട്ട് ഇവിടെ ക്രോപ്പായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ റോ സിൽക്ക് എന്ന് പറയുന്നത് അവര് ആദ്യകാലത്ത് ബ്രിട്ടീഷ് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വീവേഴ്സോ അല്ലെങ്കിൽ വ്യവസായത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. പക്ഷെ ഇത് അവിടെ പ്രൊഡ്യൂസ് ആവുന്നില്ല. അതേമാതിരി തന്നെയാണ് കോട്ടനും. കാരണം എന്താന്ന് വെച്ചാൽ കൾട്ടിവേഷൻ, ഈ സാധനം വ്യവസായത്തിൽ നമുക്ക് കോട്ടന്റെ ചെടി വളരണമെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വേണം, ചൂട് വേണം. അത് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടനിൽ ഇതൊന്നും കിട്ടില്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു, തുണി വ്യവസായം, ടെക്സ്റ്റൈലാണ് ആദ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമുള്ള സാധനം റോ കോട്ടൺ ആണ്. പക്ഷെ അത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അവര് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്ന് കൊണ്ടുവരും. അങ്ങനെയാണ് അവരുടെ ബിസിനസ് നടത്തി കൊണ്ടുപോയത്. ഇതേമാതിരി തന്നെ ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് ചൈനയിലും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഓപ്പിയം എന്ന് പറയുന്ന, ചരസ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഒരു ലഹരി പദാർത്ഥമായിട്ടുള്ള സാധനങ്ങള്, ഇത് ഇവിടെ ചൈനയിൽ അവര് പ്രോഹിബിറ്റഡ് ആണ്, അവര് സമ്മതിക്കില്ല. പക്ഷെ അവര് എന്തൊക്കെ ചെയ്താലും അത് സ്മഗിൾ ചെയ്തും അവരുടെ യൂത്തിനെ അല്ലെങ്കിൽ യുവതലമുറയെ ഈ ഇതിലേക്ക് അഡിക്റ്റഡ് ആക്കി കൊണ്ടുവരികയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ഓപ്പിയം വാർ ഉണ്ടാകാനുള്ള കാരണവും. ഇനി ടീ, നമ്മുടെ ആസാമിലുണ്ടായ ചായ, അതേമാതിരി ഇത് ഈ 1840 ഇത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ചൈനയ്ക്ക് കൂടെ ഇത് കൊടുക്കേണ്ടി വരുന്നു. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ബൾക്കായിട്ട് ഓരോ സാധനവും എത്രത്തോളം കൂടുതൽ ഉണ്ടാക്കുന്നോ അതനുസരിച്ചിട്ട് അതിന്റെ പ്രൈസ് കിലോഗ്രാമിലോ ക്യൂബിക് മീറ്ററിലോ വലിയ പ്രൈസിലാണ് വിൽക്കുന്നത്. ഇനി ഈ സാധനങ്ങൾ എങ്ങനെയാ കൊണ്ടുപോകുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എവിടെന്നാ? ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് യൂറോപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കാർഗോ വെസൽസ് വേണം, അല്ലെങ്കിൽ ഷിപ്പിലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം വലിയ രാജ്യത്തിന്റെ വ്യത്യാസം ഉണ്ട്. ആ ഷിപ്പ് കൂടെ വേണം, കടലിൽ കൂടെ ഉള്ള ഷിപ്പ് മുഖാന്തരം, കാർഗോ വെസൽസ് മുഖാന്തരമാണ് അത് അവിടെ എത്തിക്കുന്നത്. പിന്നെ ഇതേമാതിരി വരുമ്പോ 6 മാസം ഒരു സമയമെടുക്കും, 4 മാസം, ചിലപ്പോൾ 6 മാസം. കാരണം ഇത് വന്നിട്ട് കടലിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കടലിന്റെ സൗകര്യം, അല്ലെങ്കിൽ കടൽ പെട്ടെന്നായിരിക്കും ശോഭിക്കുക, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും കാറ്റ് തരിക. അപ്പൊ ദിശ മാറിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ആലോചിക്കേണ്ട, മിനിമം 4 മാസം, ചിലപ്പോൾ 6 മാസം ഈ സാധനം ഇവിടെ നിന്ന് അവിടെ എത്തണം, അതേമാതിരി അവിടെ നിന്ന് ഇവിടെ വരണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ വില, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും കൊണ്ടുവരാനുള്ള വില ഭയങ്കര കൂടുതലാവുന്നു. ഹൈ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുമ്പോ ഓരോ പ്രാവശ്യവും ചെറിയ ക്വാണ്ടിറ്റി കൊണ്ടുപോകാണ്ട് കൂടുതലായിട്ട് കൊണ്ടുപോകാൻ അവര് ശ്രമിക്കുന്നു. ഇതേമാതിരി തന്നെ എത്രത്തോളം പ്രോഫിറ്റ് ഇതിൽ കിട്ടും, അത് എത്ര നമ്മൾ കൂടുതൽ കൊണ്ടുപോകുന്നോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ട്രാൻസ്പോർട്ട് കോസ്റ്റും. അതേമാതിരി അവർ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. കാരണം ഒരു പ്രാവശ്യം ഷിപ്പ് ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഷിപ്പ് ഫുള്ളായിട്ട് എത്രത്തോളം കയറ്റാൻ പറ്റും. കാരണം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വോളിയം ഓഫ് സാധനങ്ങൾ കൂടുതൽ കയറ്റാം, വെയിറ്റ് അറിയില്ല.
വെള്ളത്തിൽ നമ്മൾ വെയിറ്റ് അറിയില്ല. ഈവൻ ഒരു ചെറിയ കുട്ടിക്ക് കൂടെ വലിയ ആളെ വെള്ളത്തിൽ വലിച്ചുകൊണ്ട് വരാൻ പറ്റും. കാരണം വെയിറ്റ് അതാളുടെ വെയിറ്റ് അറിയാൻ നമുക്ക് സാധ്യതയില്ല. ഒരു ചെറിയ കയറ് കെട്ടി വലിക്കാൻ പറ്റും വലിയ കാര്യങ്ങൾ, ഒരുപാട് സാധനങ്ങൾ. കുഞ്ഞു കുട്ടികൾക്കാരായിരിക്കും. അപ്പൊ വെള്ളത്തിൽ കൂടെ എത്രത്തോളം കൂടുതൽ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അത് സൗകര്യമായിരിക്കും. അത് മാത്രമല്ല, ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് നമ്മൾ ഇത് അവിടെ കൊണ്ടുപോയി വിറ്റ് അങ്ങനെയാണല്ലോ ബിസിനസ് നടത്തുന്നത്. അപ്പൊ എത്രത്തോളം ലാഭം, അതിന്റെ ലാഭം വരുന്നത് മുഴുവനും എത്ര വെയിറ്റ് നമ്മൾ കൊണ്ടുപോകുന്നു. അതേമാതിരി തന്നെ വെയിറ്റിന്റെ അനുസരിച്ചാണ് അതിന്റെ ട്രാൻസ്പോർട്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു പോസ്റ്റ് ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇവിടെ നിന്ന് ഒരു ലെറ്റർ നമ്മൾ സാധാരണ ആയിട്ട് അയക്കാറുമ്പോ അതിന്റെ ഒരു കോസ്റ്റ് ഉണ്ടാവും. അതേസമയം എക്സ്പ്രസ് ആയിട്ട് എന്താ പറയാ ഫ്ലൈറ്റിൽ അയക്കുമ്പോൾ ഒരു ഒരു വ്യത്യാസം ഉണ്ടാകും. കാരണം ഫ്ലൈറ്റിൽ പോകുമ്പോൾ അത് വേഗം പറന്നു പോവാണ്. അപ്പൊ അതിന്റെ ചാർജ് കൂടും. അതേമാതിരി എല്ലാ ആ കാലഘട്ടങ്ങളിലും ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാക്സിമം കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചാൽ മാത്രമേ അവർക്ക് ഇതിനെ കൊണ്ടുള്ള ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് അവിടെ കൊണ്ടുപോയി വിറ്റാൽ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മുഴുവനും വേസ്റ്റ് ആയി പോകും. അതാണ് മാക്സിമം അവര് കപ്പലിൽ എത്രത്തോളം കൂടുതൽ സാധനങ്ങൾ കയറ്റാൻ പറ്റുമോ അത് അവർ ശ്രമിച്ചിരുന്നു. അത് മാത്രമല്ല, നമ്മളിപ്പോ കപ്പലിൽ കൂടുതൽ വോളിയം കയറ്റിയാല്, നിങ്ങൾ ലോജിസ്റ്റിക്സ് പഠിക്കുകയാണെങ്കിൽ അതിൽ മനസ്സിലാവും, വോളിയം കുറച്ചിട്ടാല് നിങ്ങൾക്ക് ചാർജ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതേസമയം ഹൈ വോളിയം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറഞ്ഞു വരും. അത് അതിന്റെ റൂളാണ്. അപ്പൊ അവരുടെ കപ്പലിന്റെ കയറ്റുന്ന കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ വോളിയം കൂട്ടി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ ചാർജ് കുറഞ്ഞു കിട്ടും. അങ്ങനെയാണ് നമ്മൾ എത്രത്തോളം ഇപ്പോ നമ്മള് ഇവിടുന്ന് ഇതിൽ പോകുന്നുണ്ടല്ലോ, ഗൾഫ് കൺട്രീസിലേക്ക് ഇവിടുന്ന് വെജിറ്റബിൾസ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ധാന്യങ്ങൾ പോകുന്നുണ്ട്, എല്ലാ സാധനങ്ങളും പോകുന്നുണ്ട്. ഗൾഫിലേക്കും അമേരിക്കയ്ക്കും എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. കപ്പലിൽ പോകുമ്പോൾ ഒരു റേറ്റ് ആയിരിക്കും, ഫ്ലൈറ്റിൽ പോകുമ്പോൾ വലിയ കാർഗോ ഫ്ലൈറ്റ്സ് ഉണ്ട്, അതിൽ പോകുമ്പോൾ രണ്ടിനും വ്യത്യാസമുണ്ട്. അത് രണ്ടും കാരിയർ ആണ്, ട്രാൻസ്പോർട്ടേഷൻ ആണ്. എയർ കാർഗോ, ഷിപ്പ് കാർഗോ രണ്ടും വ്യത്യാസമില്ല. പക്ഷെ അതിന്റെ പ്രൈസിങ്, അതിന്റെ കോസ്റ്റ്, ഞാൻ ഒരു എക്സ്പോർട്ടർ ആണെങ്കിൽ എന്റെ കോസ്റ്റ് ഞാൻ ഫ്ലൈറ്റിൽ അയച്ചാൽ കുറച്ച് കൂടുതൽ വരും. അപ്പോൾ എന്ത് പറ്റും, എന്റെ ലാഭം കുറയും. ഞാൻ കപ്പലിൽ അയച്ചാൽ കുറച്ച് കുറഞ്ഞു വരും, പക്ഷെ എനിക്ക് ലാഭം കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കപ്പലിൽ അയക്കുന്ന സാധനം അന്നത്തെ കാലത്ത് 4 മാസമാണ് എടുത്തിരുന്നത്. ഇത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചീത്തയാകാൻ പാടില്ല. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാലും അവർക്ക് പോകും. അടുത്തതായിട്ട്, ഇങ്ങനെ വരുന്നത് കൊണ്ടുള്ള കമേഴ്സ്യൽ ആക്കിയത് കൊണ്ടുണ്ടായ അല്ലെങ്കിൽ ഇഫക്ട്സ് എന്താണെന്നാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഓരോ ക്രോപ്പും അതിൻ്റെതായ സമയത്തെ നന്നാവുള്ളൂ, അല്ലെങ്കിൽ വളരുള്ളൂ, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥലം വ്യത്യാസം ഉണ്ടാവും. തെങ്ങ് വർഷങ്ങളോളം കഴിഞ്ഞിട്ടേ കായ്ക്കാൻ തുടങ്ങുള്ളൂ. 6 മാസം കഴിഞ്ഞാൽ കായ്ഫലം തരുന്ന ക്രോപ്പ് വേറെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട വിധത്തിലുള്ള മണ്ണ് വേണം, വെള്ളം വേണം, അല്ലെങ്കിൽ വെയിൽ വേണം. അങ്ങനത്തെ ഓരോ ക്രോപ്പിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അപ്പൊ ആ വ്യത്യാസം കൂടെ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. ഓരോ ക്രോപ്പിനും അതിൻ്റെതായ കാലഘട്ടത്തിൽ വിത്ത് വിതയ്ക്കാൻ ഒരു സമയം, വിളവ് കള പറിക്കാൻ ഒരു സമയം, അത് കഴിഞ്ഞിട്ട് അതിന് വെള്ളം കൊടുക്കാൻ ഒരു സമയം, അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കാനോ, ഇങ്ങനെ ഓരോ സമയമുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ അഗ്രികൾച്ചറിൽ ചെയ്യാനായിട്ട്. പിന്നെ ഇതെല്ലാം ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നടക്കുമോ? ഇല്ല. കാരണം ഇപ്പോ വെള്ളത്തില്, അതായത് അരിക്ക്, പാഡിക്ക് നമുക്ക് വെള്ളം വേണം, പക്ഷെ അതേസമയം കപ്പയ്ക്ക് വെള്ളം വേണ്ട. അപ്പൊ അങ്ങനെ നമ്മൾക്ക് വ്യത്യാസങ്ങളുണ്ട്. കൃഷി ചെയ്യുന്നവർക്ക് അറിയുള്ളൂ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയുള്ളൂ. അപ്പൊ അതനുസരിച്ച് മണ്ണിന്റെ ജലാംശം, മണ്ണിന്റെ ഉപ്പുരസം, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നോക്കി നോക്കി വേണം ഓരോ ക്രോപ്പും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, മണ്ണിലേക്ക് ഇറക്കാനായിട്ട്. ഇവിടെ ബ്രിട്ടീഷ് കമ്പനി എന്താ ചെയ്യുന്ന വെച്ചാല്, അവരുടെ സാധനങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവനും അവര് ട്രാൻസ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ലാഭം ഉണ്ടാക്കി, ഈ ലാഭത്തിന് അവരുടെ കമ്പനിയുടെ
ട്രഷറി അല്ലെങ്കിൽ കമ്പനിയുടെ ഖജനാവിലേക്ക് പോകും. പ്രൈവറ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നവരും അവരും എന്ത് ചെയ്യും? ഞാനിപ്പോ പ്രൈവറ്റ് ബിസിനസ്മാൻ ആണ്. ഞാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബിസിനസ്സുകാരനല്ല. പക്ഷെ ഞാനും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഞാനും പണം ഒരു കുറച്ച് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് എന്റെ പണത്തിന് ഞാൻ കഴിയുന്നിടത്തോളം അവർ ഇവിടെ വെച്ചിരുന്നില്ല. അതായത് ഇന്ത്യയിൽ വെച്ചിട്ടില്ല. അവരുടെ പണം അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു. നമ്മുടെ ഇപ്പൊ ഇന്ത്യക്കാര് ഗൾഫിലുള്ളവര് പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന മാതിരി തന്നെ അന്നത്തെ കാലത്ത് അവരുടെ പണം അവർക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവസാന കാലത്ത് ഒരു സുഖമായിട്ടുള്ള ഒരു ജീവിതത്തിന് റിട്ടയർഡ് ലൈഫ് അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ 10, 60, 70 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനു മുമ്പ് തന്നെ സേവിങ്സ് ഒക്കെ ആക്കി റിട്ടയർഡ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മരണത്തിന് മുമ്പുള്ള സമയമാണ്. അപ്പൊ നമുക്ക് ആ സമയത്ത് ടെൻഷൻ പിടിച്ചിട്ട് പൈസ ഇല്ലാണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളത് കാരണം എല്ലാ ബിസിനസ്സുകാരും അവരുടെ അവസാന കാലഘട്ടത്തിലേക്ക് കുറച്ച് സേവിങ്സ് ഉണ്ടാക്കി വെക്കും. അതിനു വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ബിസിനസ്സുകാർ ഇവിടെയുള്ളവര് അവർ ബിസിനസ് ചെയ്യുന്നു. അവരുടെ പണത്തിനെ അവരുടെ നാട്ടിലേക്ക് അവരുടെ ജന്മനാടായ ബ്രിട്ടനിലേക്ക് അയക്കുന്നു. അതുകൂടാണ്ട് ഇവിടെ ഇന്ത്യയിലെ ഏതെങ്കിലും ആൾക്കാര് ഈ നമ്മളുടെ ഇന്ത്യയിലെ ഒരു പതിവുണ്ട്, തിരുമുൽക്കാഴ്ച എന്ന് പറയും. അല്ലെങ്കിൽ രാജാവിനെ കാണാൻ പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോവുക, അവർക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സമ്മാനമായിട്ട് കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ച വസ്തുക്കൾ കൊണ്ടുപോയി കൊടുക്കാം. അതൊക്കെ കൊടുക്കുമ്പോഴേ എന്ത് കൊടുത്താലും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവര് നാട്ടിലേക്കാണ് പറഞ്ഞയച്ചത്. കാരണം അത് ഒരു ഗിഫ്റ്റ് ആയിട്ട് വരുന്ന സാധനം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ആരെങ്കിലും തന്നാൽ അത് എനിക്ക് റൈറ്റ് ഉണ്ട്, എവിടെ വെക്കണം, എവിടെ കൊണ്ടുപോകണം. അങ്ങനെ അതേസമയം അവര് തിരിച്ചു ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്ന് കൊടുത്തിട്ടുമില്ല, ആർക്കോട്ട് ചെയ്തിട്ടുമില്ല. അപ്പൊ ഈ ഒരു വൺ വേ ട്രാഫിക് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത്? അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, ഡ്രൗട്ട് ഉണ്ട്, ഫ്ലഡ് ഉണ്ട്, അല്ലെങ്കിൽ മഴ കൂടുതൽ വരാം, മഴ ഒട്ടും ഇല്ലാണ്ട് വരാം, പിന്നെ പക്ഷികളുടെയും പ്രാണികളുടെയും ഉപദ്രവം വരാം. എപ്പോഴും കർഷകന് അയാൾക്ക് വിചാരിച്ച മാതിരി എപ്പോഴും നമ്മൾ പറയുന്നത് അഗ്രികൾച്ചർ ഒരു ഗാമ്പിളാണ്. അത് എല്ലാം വിചാരിക്കുന്ന മാതിരി വന്നോളുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കർഷകന് പ്രോബ്ലംസ് കൂടുതൽ വരും. അപ്പൊ ഈ കൊമേഴ്സ്യൽ ക്രോപ്പും ഇതേമാതിരി എല്ലാ പ്രോബ്ലംസും അവര് ഫേസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും മാർക്കറ്റിലേക്കാണ് പോണത്, ഡിസ്റ്റന്റ് മാർക്കറ്റിലേക്കാണ് പോണത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കോട്ടൺ ആയാലും ശരി, ചൈനയിൽ നിന്ന് വരുന്ന കോട്ടൺ ആയാലും ശരി, ഒരു ഓരോ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും നമുക്ക് കോട്ടൺ കിട്ടാക്കാൻ പറ്റില്ല. അതിന്റെ കൾട്ടിവേഷൻ പൈലിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നാണ് കോട്ടൺ പോകുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ എന്താ ചെയ്ത വെച്ചാല് അവർക്ക് ഏറ്റവും സൗകര്യമായിട്ട് പ്രോസ്പെറസ് ആയിട്ടും എത്രത്തോളം കരം അടയ്ക്കാൻ പിടിച്ചു വാങ്ങാൻ പറ്റുമോ അത് അവര് കടൻ അല്ലെങ്കിൽ ഈ ടാക്സിനെ മാക്സിമം ലാൻഡിൽ നിന്ന്, അതായത് ഭൂമിയിൽ നിന്നുള്ള ടാക്സിനെയാണ് മാക്സിമം അവര് പിടിച്ചോണ്ട്. അപ്പൊ കർഷകൻ എങ്ങനെയായാലും കർഷകൻ കഷ്ടപ്പെടുക തന്നെ ചെയ്യുള്ളൂ. ഈ കാഷ്ടകാലത്തില് 1830 ഇവരുടെ എക്സ്പോർട്ട്, ഇവിടെ നിന്ന് പോകുന്ന എക്സ്പോർട്ട് കുറഞ്ഞു. അതുമാത്രമല്ല ടാക്സസ് ഇവിടെ കാലവർഷം കാരണമോ മഴയില്ലാത്ത കാരണമോ എന്തെങ്കിലും ആയിക്കോട്ടെ, നാച്ചുറൽ കലാമിറ്റി എന്തായിക്കോട്ടെ, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ അതനുസരിച്ചിട്ട് അവര് ടാക്സ് കുറച്ചിട്ടില്ല. അപ്പൊ ടാക്സ് കുറയ്ക്കുന്നില്ല, പക്ഷെ എക്സ്പോർട്ടൊക്കെ നിന്നും പോയി. അവർക്ക് ടാക്സ് കൊടുത്തു തന്നെ ആവണം. പിന്നെ കുറെ ലാൻഡ് ഒന്നും കൾട്ടിവേഷൻ ചെയ്യാത്തൊരു പറ്റലിൽ വരുന്നു. അപ്പൊ അങ്ങനെ ഒരു വരുമ്പോഴത്തേക്കുമാണ് ആൾക്കാർക്ക്, കർഷകന്മാർക്ക് ഇറിറ്റേഷൻ വരികയും അവർക്ക് ഇവരോട്, അതായത് കമ്പനിയോട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് എതിർക്കാൻ തുടങ്ങും. എതിർത്ത് വരുന്നതിനാണ് നമ്മൾ ബണ്ടേല റെബല്യൻ എന്ന് പറയുന്നത്. കാരണം അവരുടെ എതിർപ്പ് അവർ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാ അവര് ടാക്സ് അടയ്ക്കുക? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വെറുപ്പും വിദ്വേഷം കൊണ്ട് അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതേമാതിരി തന്നെയാണ് ഉത്തർപ്രദേശിലും 1830 ഉള്ള കോട്ടന്റെ വില വല്ലാണ്ട് താന്നു. അതേമാതിരി ഇൻഡിഗോ, ഇതും കമേഴ്സ്യൽ പ്രോഡക്റ്റ് ആണ്. ഇവർക്ക് ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല്
നമ്മള് അഗ്രികൾച്ചറിൽ ലാൻഡ് ബാജറ നെല്ലൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ അവർ ആദ്യ കാലത്ത് അവരെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി, കർഷകനെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി 1 കിലോ നെല്ല് അല്ലെങ്കിൽ 1 കിലോ ബാജറയ്ക്ക് നല്ല വില കൊടുക്കുന്നതിന് പകരം അവിടെ കോട്ടൺ കൾട്ടിവേഷൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പ്രൈസ് തരും. ഇതൊരു ബെയ്റ്റ് ആണ്. അപ്പോ കോട്ടന് അധികം മഴയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ കർഷകന് വ്യാമോഹം കൊണ്ട് എനിക്കിനി ഇത് വേണ്ട, എന്താണ് അരി വേണ്ട, നെല്ല് വേണ്ട, ധാന്യം വേണ്ട, ഞാൻ അതിന് പകരം എന്റെ സ്ഥലത്ത് കോട്ടൺ ചെയ്യുന്ന പറയും. അപ്പൊ എന്റെ അടുത്ത നെയ്ബർ കോട്ടൺ ഇടുന്നു, ഞാനും കോട്ടൺ ഇടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ പ്രൊഡക്ഷൻ കോട്ടൺ കൂട്ടുകയാണ്. അവർക്ക് ആവശ്യം ആദ്യകാലങ്ങളിൽ കൂടുതൽ പ്രൈസ് കൊടുത്ത് ആൾക്കാരെ മോഹിപ്പിച്ച് അത് പ്രൊഡക്ഷൻ ചെയ്യാൻ പ്രേരിപ്പിച്ച് അതിനുശേഷം അത് കൂടുതലായിട്ട് വരാൻ തുടങ്ങുമ്പോ കർഷകൻ എന്ന് പറയുന്നവൻ കുറച്ച് വിഡ്ഢിയാണല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ പ്രൈസ് കുറച്ച് അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ സാധനങ്ങൾ കൂടുതലുള്ളപ്പോൾ അതിന്റെ പ്രൈസ് കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കർഷകന് അവനവന്റെ ലാൻഡ് വിട്ടു പോകാണ്ട് വരുന്നു. അവൻ കാർഷിക നിർത്തി പോകുന്നു. ജമീന്ദാറിനും അതേമാതിരി ഭയങ്കരമായിട്ട് നഷ്ടം വരുന്നു. അപ്പൊ ഈ പണം കൊടുത്തിട്ടുള്ളവർ, കടനായിട്ട് പണം കൊടുത്തുള്ളവർക്ക് തിരിച്ച് കടം കിട്ടില്ല, കൊടുത്ത പണം കിട്ടില്ല. കാരണം അവർക്ക് കർഷകൻ കൃഷി ചെയ്യുന്നില്ല, അവൻ അവന്റെ സ്ഥലത്തിന് വിട്ടിട്ട് ഓടിപ്പോവാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കർഷകൻ മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ജമീന്ദാറും നഷ്ടപ്പെടും. പണം കൊടുക്കാൻ കൊടുത്ത ബനിയാസ് എന്ന് പറയാം. അവര് ബനിയാസ് എന്നാണ് സാധാരണ പറയാറ്. മണി ലെൻഡിങ് ആൾക്കാർ, അതായത് ബിസിനസ്, നമ്മൾ ഇവിടെ നാട്ടിൽ പറയുന്നത് ബ്ലേഡ് കമ്പനി എന്ന് പറയാം, വട്ടി കമ്പനി എന്ന് പറയും തമിഴ്നാട്ടിൽ. അപ്പൊ അങ്ങനെയുള്ളവരടുത്തൊന്നും മേടിക്കുന്ന ലോണിനെ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അവര് പിന്നെ പണം കൊടുക്കാനും അടുത്ത ആൾക്കാർക്ക്, കുറച്ച് കൃഷി ചെയ്യാന്ന് വിചാരിക്കുന്നവർക്ക് പണി കൊടുക്കില്ല, പൈസ കൊടുക്കില്ല. കാരണം കിട്ടില്ല എന്നുള്ള ഒരു പേടിയുണ്ട്. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ലാൻഡിന്റെ വാല്യൂ, അതായത് സ്ഥലത്തിന്റെ വാല്യൂ അങ്ങോട്ട് കുറയാൻ തുടങ്ങി. പല സ്ഥലത്തും എസ്റ്റേറ്റ് ആയിട്ട് വിൽക്കാനൊക്കെ ഇട്ടു. ഇന്ന് എനിക്കിവിടെ ആളില്ല, കർഷകം ചെയ്യാൻ ആളില്ല. നമുക്കിപ്പോ പാലക്കാട്ടിൽ പോയാൽ കാണാം, പണ്ട് നിലവറയായിരുന്ന പാലക്കാടാണ്, ഇപ്പൊ ഒക്കെ അവിടെ ബിൽഡിംഗ് ഫ്ലാറ്റ്സ് ആണ്. എന്തുകൊണ്ട്? ആൾക്കാരെ കിട്ടുന്നില്ല, വെള്ളമില്ല. അപ്പൊ അങ്ങനത്തെ വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ മാറ്റി ബിൽഡിംഗ് കെട്ടും, ഫ്ലാറ്റ് മാതിരി കെട്ടിക്കയറ്റും. അതേമാതിരി ഇവിടെയും അവര് സ്ഥലങ്ങൾ വിൽക്കാനിട്ട സമയത്ത് ആരും മേടിക്കാൻ വരുന്നില്ല. കാരണം ആരുടെ കയ്യിലും ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ പൈസ ഇല്ല. ഇനി ഇതിന്റെ കാരണം കൊണ്ടാണ് ഈ നമ്മൾ പറയുന്നത് ധനപരമായ ഒരു ക്രൈസിസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയാം. 1830-33 കാണുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ ബിസിനസ് ഭയങ്കരമായിട്ട് കുറയും, വ്യത്യാസങ്ങൾ വരും. അതെല്ലാം എല്ലാ ബിസിനസ്സുകാരും ഇതിൽ എഫക്റ്റ് ആവുന്നു. അപ്പൊ അങ്ങനെ ബാങ്ക്രപ്റ്റ് ആയി പോവാണ്, ദരിദ്രമായി പോവാണ്, അല്ലെങ്കിൽ കമ്പനികൾ അടച്ചുപൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പൊ ഇതാ പറ്റിച്ച കമ്പനിക്ക്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇൻഡിഗോയുടെ പ്രൈസും താഴെ വരാൻ തുടങ്ങി. അപ്പോ അവരെന്താ ചെയ്യുക? അവരുടെ പണം മാക്സിമം ഇന്ത്യയിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും. ഗവൺമെന്റ് ഇന്ത്യ മാറ്റേഴ്സ് എന്താ വെച്ചാല്, അവരും ഒരു എത്രത്തോളം ലണ്ടനിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും അതും വിൽക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പണ്ട് നമ്മൾ ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ നേരത്ത് ബ്രിട്ടീഷുകാർ അവരുടെ പൗണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ആണ് കൊണ്ടുവന്നിരുന്നത്. അതിനാണ് മാറ്റി ഇവർക്ക് കൊടുത്തേണ്ട മണി ട്രാൻസാക്ഷൻ ചെയ്തിരുന്നത്. അങ്ങനെയാണ് അതും ഇവിടെ കുറയാൻ തുടങ്ങി. അതാണ് ധനപരമായിട്ടുള്ള ഒരു ക്രൈസിസ്, ഒരു പ്രശ്നം വരുന്നത് അങ്ങനെയാണ്. ഇനി ബിസിനസ്സുകാര് അവര് മേടിച്ചിട്ടുള്ളത്, പ്രൊഡക്ഷൻ ചെയ്ത് ക്രോപ്പ്, അതൊന്നും റീപേ ചെയ്യാൻ പറ്റുന്നില്ല. റീപേ ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടം വരുമ്പോൾ അവര് പാപ്പരാവും. ബാങ്ക്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പാപ്പരായി പോകും. പാപ്പരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഏറ്റവും കൂടുതൽ അത് അഫക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് കർഷകരാണ്. കർഷകറിനെ നിങ്ങൾ നിർബന്ധമായിട്ട് അടിച്ച് ബിസിനസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രൊഡക്ഷനാണ് അവർ നോക്കുന്നത്, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, കമേഴ്സ്യൽ ക്രോപ്സ് ചെയ്യിപ്പിക്കാൻ വരുന്നു. അതേസമയം ലണ്ടനിലെ ബിസിനസ്സും ലണ്ടനിലെ പ്രൈസ് മാർക്കറ്റാണ് ഇത്. നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ, ഷെയർ മാർക്കറ്റ് കാണുന്ന മാതിരി മാർക്കറ്റിന്റെ വാല്യൂ അനുസരിച്ച്, മാർക്കറ്റിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് അനുസരിച്ചിട്ടാണ് ബിസിനസ്സിലെ പ്രോഫിറ്റ് വരിക. അപ്പൊ ലണ്ടനിലും സാധനങ്ങൾ
അവരുടെ വാല്യൂ കുറയാൻ തുടങ്ങിയപ്പോൾ അത് ഇന്ത്യയിലുള്ള കർഷകർക്കും അഫക്റ്റ് ആയി. ഇപ്പൊ യുക്രൈനില് ഫൈറ്റ് നടക്കുന്നുണ്ട്, വാർ നടക്കുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കും അതിന് അഫക്ഷൻ അല്ലെങ്കിൽ അതെല്ലാം അറ്റാക്ക് ആവുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും താഴെ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ട് എല്ലാ കാലഘട്ടത്തിലും കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. ഈ റൂറൽ എക്കോണമി അല്ലെങ്കിൽ റൂറൽ ആയിട്ടുള്ള ഗ്രാമത്തിലുള്ള ധനപരമായ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് പോകുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് എന്തുകൊണ്ട് ഇത് എങ്ങനെയാണ് സോഷ്യൽ സ്ട്രക്ചർ ഇത്ര നേരം ധനപരമായി നോക്കി. ഇനി നമ്മൾ സോഷ്യലായിട്ട് ഇതിനെ എന്ത് വരുന്നു, അല്ലെങ്കിൽ കമേഴ്സ്യലൈസേഷൻ കൊണ്ട് ഈ എന്ത് വ്യത്യാസമാണ് സൊസൈറ്റിയിൽ വരുന്നത്. സൊസൈറ്റിയിൽ എല്ലാ കർഷകരും ഒരേമാതിരി അല്ല. അവിടെ ഒരാൾ വലുതും ഒരാൾ ചെറുതും, അങ്ങനെ എല്ലാവരും പണക്കാർ മാത്രമല്ല, എല്ലാവരും പാവപ്പെട്ടവർ മാത്രമല്ല, എല്ലാവരും തൊഴിലാളി മാത്രമല്ല. അപ്പൊ ഈ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, എനിക്ക് ധനമില്ലെങ്കിൽ ഞാൻ ഡെയിലി കിട്ടുന്ന കൂലിക്കുള്ള വേജ് ലേബർ ആയിട്ട് മാറും. വേജ് ലേബർ ആയിട്ടും സ്ഥലം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഒരു പവർ, സ്റ്റേറ്റിന്റെ പവർ, ആൾക്കാരുടെ പവർ ഒക്കെ മാർക്കറ്റിനെ മുഴുവൻ എഫക്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ വിഭജിക്കാൻ തുടങ്ങി. മാർക്കറ്റിൽ വല്ലാണ്ട് ലേബർ മാർക്കറ്റിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആൾക്കാർ കൂടുതലുണ്ട്. എത്ര പേര് കുറവുണ്ട്, ഏറ്റവും കുറഞ്ഞ ആൾക്കാർ ആരാണോ, നമ്മളിപ്പോ ഒരാള് ജോലിക്ക് വെക്കാണ് നമ്മുടെ കൃഷി സ്ഥലത്ത്, നമ്മൾ അവരായിട്ട് ആർഗ്യം ചെയ്യില്ല. അവൻ 100 ചോദിച്ചാൽ നമ്മൾ 50 തരാന്ന് പറയും. അത് തന്നെ പരിപാടി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരത് ചെയ്യും. കർഷകര് അയാളുടെ സ്ഥലത്ത് അയാൾക്ക് സ്ഥലമില്ല, അയാളുടെ സ്വന്തമായിട്ട് സ്ഥലമില്ല. അതേമാതിരി തന്നെ ഇൻഡിഗോ പ്ലാന്ററും ഓപ്പിയം ഏജന്റ് എല്ലാവർക്കും അവനവന്റെ പാർട്ടിൽ നിന്ന്, അവനവന്റെ സ്ഥലത്തിൽ കൊമേഴ്സ്യൽ ക്രോപ്പ് ചെയ്യിച്ച്, അല്ലെങ്കിൽ എന്റെ സ്ഥലത്ത് ഈ മാർക്കറ്റിൽ വിറ്റുപോകുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെയും വളരെ കുറച്ചായിട്ടുള്ള ധനമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതേസമയം യൂറോപ്യൻസ് ഇത് എന്ത് വിചാരിച്ചു, ഇതിനെപ്പറ്റി വളരെ പ്രോഫിറ്റ് ആയി അവർക്ക്. കാരണം അവർക്ക് വലിയ തോതില്, വലിയ ലാർജ് സെയിലില് പ്രൊഡക്ഷൻ ചെയ്യിക്കാനും കുറച്ച് ആൾക്കാരെ കൊണ്ട്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും ഞാൻ 10 കിലോ ഉണ്ടാക്കുന്നു, നിങ്ങൾ 10 കിലോ ഉണ്ടാക്കുന്നു, അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ലേബറും കുറവ്, എമൗണ്ടും കുറവ്. അതേസമയം ഒരുമിച്ചാക്കുമ്പോൾ അത് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷന് വാടകയ്ക്ക് ആളെ എടുത്ത് വെച്ച് ചെയ്യേണ്ടാത്ത ഒരു പ്രോഫിറ്റ്. ഇൻ ഷോർട്ട് അതിൽ എന്താ പറയുന്നത് വെച്ചാല്, അതിന്റെ ബെനിഫിറ്റ് വന്നത് യൂറോപ്യൻ ബിസിനസ്സുകാർക്കാണ്. സോഷ്യൽ സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത്. ഇനി ഇവരെന്താ ചെയ്യിച്ചാല്, ഒരു എക്സ്പെരിമെന്റ്, ലാൻഡ് റവന്യൂ എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാം എന്നുള്ള ഒരു റവന്യൂ 1772 ഒരു പുതിയതായിട്ടുള്ള ഒരു ഫാമിംഗ് സിസ്റ്റം, അതിൽ കൂടെ അവരുടെ കളക്ഷൻ ലാൻഡ് കോൺട്രാക്ട് ബേസിസിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. കോൺട്രാക്ട് ബേസിസിൽ ഡിസൈഡ് ചെയ്യുമ്പോൾ എത്രത്തോളം പിഴിഞ്ഞെടുക്കാൻ പറ്റും അതായിരിക്കും നമ്മൾ ഇവിടെ ചെയ്യുക. അങ്ങനെ വന്ന ശേഷം കർഷകരുടെ സ്ഥലങ്ങളും പ്രൊഡക്ഷൻ പതുക്കെ അവരുടെ പ്രൊഡക്ഷൻസ് കുറയാൻ തുടങ്ങി. പ്രൊഡക്ഷൻ ചെയ്ത കോൺട്രാക്ടർക്ക് വലിയ ലാർജ് എമൗണ്ട് കൊടുക്കണം, അതേമാതിരി അയാൾക്ക് തിരിച്ചു കിട്ടാന്ന് വന്നു. പിന്നെ അവർക്ക് ഒരു സമ്മർദ്ദം മൂലം ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് വരുന്നത്, സമ്മർദ്ദമായിട്ട്. പിന്നെ എന്തൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കുക. ബിനാമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മള് ഈ വേർഡൊക്കെ ബിനാമി നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നമ്മൾ എന്റെ ഫ്രണ്ടിന്റെ സ്ഥലം ഞാൻ എടുത്ത് കൃഷി ചെയ്യുന്നു, അയാളുടെ ആയിരിക്കാം പ്രോപ്പർട്ടി, അയാൾക്ക് വേണ്ടി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഗവൺമെന്റിനും ലോസ് വരുന്നുണ്ട്. അതേസമയം 1786 ലോർഡ് കോൺവാലിസ് വരികയാണ്. ലോർഡ് കോൺവാലിസ് വന്ന് ഒരു റീഓർഗനൈസ്, ഇവിടെ ഒന്നും മാറ്റിത്തിരുത്താം, അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ, ലാൻഡ് റവന്യൂ എന്ന് വെച്ചാൽ കരം പിരിക്കുക, ലാൻഡിൽ നിന്നുള്ള കരം പിരിക്കുക, അതൊന്ന് മാനേജ്മെന്റിനെ ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ലോർഡ് കോൺവാലിസ് 1786 വന്ന് റീഓർഗനൈസ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ അടുത്ത് കാണുന്നത്.
ഇവിടെ എന്താ വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻ ബംഗാൾ. ഇത് നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെർമനന്റ് സെറ്റിലിനെ പറ്റി. ഇവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്താലും സർപ്ലസ് ആയിട്ട് വരുമ്പോഴത്തേക്കും അത് കമ്പനിക്ക് ബെനിഫിറ്റ് ആണ്. ഈ കമ്പനിയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം കൂടുതൽ കിട്ടും. കാരണം ക്വാണ്ടിറ്റി നിറയെ കിട്ടും. ഇന്ത്യൻ ഗുഡ്സ് ഇതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി യൂറോപ്പിലേക്ക് വിൽക്കുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് കൊണ്ടുവന്നത്? സിൽക്ക്, കോട്ടൺ എല്ലാം അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ അത് കൂടാണ്ട് നമ്മൾ കാണുന്നത് ഹാൻഡിക്രാഫ്റ്റ്, കരകൗശല സാധനങ്ങൾ. ഇതിനും ഒരു പ്രോസ്പെറസ് ഉണ്ടെങ്കിലും കുറച്ചുകൊണ്ട്, എന്നാലും ഇവർ എത്രത്തോളം ഇതിന്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക, ഇതിൽ പതുക്കെ ഇതിൽ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഇതിൽ ഒരു എന്താ അടിമത്വം കൊണ്ടുവന്നു. അതിന്റെ കൂടെ തന്നെ ഒരു മാൽ പ്രാക്ടീസും കറപ്ഷനും ഇതിൽ കാണുന്നുണ്ടായിരുന്നു ഈ പെർമനന്റ് സെറ്റിൽമെന്റിൽ. അടുത്ത പെർമനന്റ് ഈ ഫിക്സേഷൻ, ലാൻഡ് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ടാക്സ്, ലാൻഡ് ടാക്സ്, സ്ഥലത്തിന്റെ ടാക്സ്, കരം എത്രത്തോളം ഫിക്സ് ചെയ്യണം. ഇതിന് എന്തിനാണ് കോൺവാലിസ് കൊണ്ടെന്ന് വെച്ചാല് ഈ കറപ്ഷൻ, തെറ്റ് ചെയ്യാന്നുള്ള ആ പ്രവണതയെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിൽ എന്താ ചെയ്യുന്ന വെച്ചാല് അവരുടെ ഓഫീസേഴ്സും അസസ്മെന്റില് അവരുടെ ഇഷ്ടപ്രകാരമാണ് അസസ്മെന്റ് എടുക്കുക. ഇപ്പൊ ഈ സ്ഥലത്ത് ഒരു പീസ് ലാൻഡില് 5 പറ നെല്ല് വിളയുന്നു, വേറൊരു സ്ഥലത്തിൽ 10 പറ നെല്ല് വിളയുന്നു. ഇവര് എഴുതി കൂട്ടുകയാണ്, ഇവിടെ 15 നെല്ല് വരുന്നു, അവിടെ 15 നെല്ല് വരുന്നു. അവരെ ഇഷ്ടപ്രകാരം അസസ്മെന്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ തെറ്റായി, കറപ്ഷനുള്ള ചാൻസ് ആയി. പിന്നെന്താ കാര്യം എന്താ വെച്ചാല് എക്സ്ട്രാ ആയിട്ട് കൊണ്ടാക്കുമ്പോഴത്തേക്കും ലാൻഡ് ലോഡ്സിന് പണം ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. ഒരു സ്ഥലം ഇമ്പ്രൂവ്മെന്റ് ആവണമെങ്കിൽ അവിടെ നമ്മൾ ഒരു പ്രാവശ്യം കൃഷി കഴിഞ്ഞ ശേഷം കുറച്ച് പണം ഇറക്കി അതിനെ ഒന്ന് വിളയിച്ച് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ലാൻഡില്. അപ്പോൾ മാത്രമേ അടുത്ത പ്രാവശ്യം കൃഷി കൂടുതലാവുള്ളൂ. അതിലൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഇനി ഇവിടെ ഉണ്ടാക്കുന്നതും പ്രൊഡക്ഷനും സെയിൽസും ഗവൺമെന്റിന് എന്ത് വേണം? ടാക്സ് കിട്ടണം. ഈ ടാക്സിൽ എന്താ വേണ്ടത്? മാക്സിമം ടാക്സ് കിട്ടണം. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പൊ ലാൻഡ് ടാക്സ് വളരെ ചെറിയ ടാക്സ് മേടിച്ചിട്ട് റവന്യൂ ഒന്ന് ഫിക്സ് ചെയ്യാണ്. ഫിക്സ് ചെയ്തിട്ട് വലിയ ലെവലില് മാക്സിമം ഒരു 2 കോടി 65 ലക്ഷത്തിലേക്ക് അവര് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ജമീന്ദാറിനെയാണ്. ജമീന്ദാർ എന്ന് വെച്ചാൽ ജമീൻ എന്ന് വെച്ചാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സ്ഥലത്തിന്റെ ഉടമ, ജമീന്ദാർ. ഓക്കെ, ഈ നവാബ്, ബംഗാളിലുള്ള നവാബിന്റെ ടാക്സുകള്, ആ ബംഗാളിലുള്ള ജമീന്ദാറാണ് നവാബ് എന്ന് പറയാൻ. അവര് ടാക്സുകള് ബംഗാളിൽ നിന്ന് ടാക്സ് വന്നിട്ട്, കരം വന്നിട്ട് നവാബ് വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് അബ്ബാസ് എന്ന് പറയും അതിന്. ഈ നവാബ് എന്താ ചെയ്യാ? ടാക്സ് തന്നില്ലെങ്കിൽ ദല്ലാളന്മാരമാതിരി ആൾക്കാരെ വെച്ചിരിക്കും. സ്വന്തമായിട്ട് ഒരു ആർമി ഉണ്ടാവും, ആർമീനെ വെച്ചിരിക്കും അവരെ പിടിക്കാൻ. ഇപ്പൊ നമ്മള് പിന്നെ കാർ മേടിക്കാനായിട്ട് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെ നിന്നും കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തില്ലെങ്കിൽ അവരുടെ ദാദാമാര് വന്ന് കാർ എടുത്തോണ്ട് പോകും. അതേമാതിരി ഇവിടെ ഇവർക്ക് കുറച്ച് ജമീന്ദാർക്ക് കുറച്ച് അവരുടേതായ ഒരു ആർമി ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. എന്തിനാ വെച്ചാൽ ഇവരെ കൊണ്ട് അവര് ബാക്കിയുള്ള കാര്യം കിട്ടാക്കടം പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നവാബിനെയൊക്കെ അവര് രാജാവ് മാതിരിയാണ് കാണാൻ തുടങ്ങിയത്. ജമീന്ദാർ ചെറിയ ലെവലില്, ചെറിയ സ്ഥലമുള്ളവരും അവര് ടാക്സ് വന്ന് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റിന് കൊടുത്തോണ്ടിരുന്നു. അല്ലെങ്കിൽ നേരിട്ട് സ്റ്റേറ്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ചെറിയ ജമീന്ദാർ ഒരു 5 ഏക്കറേ ഉള്ളൂ, അയാൾ എന്താ ചെയ്യുക? അയാളുടെ ടാക്സിനെ കൊണ്ടുപോയി 50 ഏക്കറുള്ള ജമീന്ദാറെ കൈ കൊടുക്കും. അപ്പൊ ത്രൂ അനദർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്ററി വഴി പോകുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ പോയി കഴിഞ്ഞ് ഒരു ഫിക്സേഷൻ വന്നു. പർഗാന എന്ന് പറഞ്ഞാല് ഒരു ഡിസ്ട്രിക്റ്റിലുള്ള സബ് ഡിവിഷൻ ആണ്. അപ്പൊ അങ്ങനെ ഇവര് എക്സ്ട്രാ ചാർജ്, ഈ വലിയ ജമീന്ദാർ എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ വേറൊരു ചാർജ് മേടിക്കും. എക്സ്ട്രാ ആയിട്ടുള്ള ചാർജ്, പറഞ്ഞിട്ടുള്ള ടാക്സ് അല്ലാണ്ട് എക്സ്ട്രാ ചാർജ് അഡീഷണൽ ആയിട്ട് അത് മേടിക്കാനാണ് അപവാസ് എന്ന് പറയുന്നത്. സാധാരണ മേടിക്കുന്ന റെഗുലർ ടാക്സിന്റെ കൂടെ
കുറച്ചുകൂടെ മേടിക്കുന്നതന്നെ അപവാസ് എന്നുള്ള വേർഡ് മനസ്സിലാക്കുക. അത് പ്രത്യേകമായിട്ട് നമ്മളിവിടെ ശമ്പളം കിമ്പളം എന്ന് പറയുന്ന മാതിരി തന്നെ കാര്യം. ഓക്കെ. ഇനി കോൺവാലിസ് ഗവർണറായിട്ട് വരുന്നു. ഗവർണർ വന്നിട്ട് ഗവർണറുടെ ഉദ്ദേശം വന്നിട്ട് ഈ വ്യത്യാസങ്ങൾ ലാൻഡിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന വ്യത്യാസങ്ങളൊക്കെ ഒന്ന് സെറ്റിൽമെന്റ് ചെയ്യണം, ഓണർഷിപ്പ് ഒക്കെ മാറ്റണം. അപ്പൊ അങ്ങനെ എന്താ ചെയ്യണ വെച്ചാല് ലാൻഡ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ലാൻഡ് ലോഡ്സിനോട് പറയുന്നു. അവർ അത്ര കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ലെങ്കിൽ കൂടെയും ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പെർമനന്റ് സെറ്റിൽമെന്റ് 1793 ഉണ്ടായ പ്രശ്നങ്ങൾ 5 ലക്ഷത്തോളം ബംഗാളീസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഈ കർഷകരാണ്. ഇവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ഉണ്ടാക്കണം. റെക്കോർഡിന്റെ ബേസിലാണ് ടാക്സ് കരം പിരിക്കേണ്ടത്. അതിന്റെ ബേസിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വർഷങ്ങളോളം എടുക്കും. വർഷങ്ങളോളം എടുക്കുന്നത് മാത്രമല്ല, അത്രയും സ്റ്റാഫിനെയും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം, വെക്കണം. അതിന് മാത്രമാണ് ഈ പെർമനന്റ് സെറ്റിൽമെന്റ്. എല്ലാ ലാൻഡും ഒരേ മാതിരിയുള്ള ജമീന്ദാരി അല്ല, അല്ലെങ്കിൽ അതിന്റെ ജമീന്ദാരി എന്ന് പറയും ആ സിസ്റ്റത്തിന്. ഈ ജമീന്ദാർക്ക് ടാക്സ് കൊടുക്കാനുണ്ട്. ടാക്സ് കൊടുക്കുമ്പോൾ അയാള് ഒരു പ്രൊപ്പറേറ്റർ ആവുന്നു, അല്ലെങ്കിൽ ഓണർ ആവുന്നു. ജമീന്ദാരി എന്ന് പറയാൻ അയാൾ ഓണർ ആവുന്നു. അയാൾക്ക് ടാക്സ് അടച്ചില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ പണയപ്പെടുത്താം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും മാറ്റിക്കൊടുക്കാം. അതിനുള്ള പവർ ജമീന്ദാർക്ക് കിട്ടുന്നു. ഈ ലാൻഡിനെയാണ് നമ്മൾ ഡ്യൂ കോഴ്സിൽ അതിങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്കും ഗവൺമെന്റ്, ജമീന്ദാർ ഇതിൽ നഷ്ടപ്പെട്ടു പോയാൽ, പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ആ സമയത്ത് ഗവൺമെന്റ് അത് ടേക്ക് ഓവർ ചെയ്യും. ടേക്ക് ഓവർ ചെയ്തിട്ട് ഗവൺമെന്റ് എന്താ ചെയ്യുക വെച്ചാൽ ഇതിനെ, ഈ ജമീന്ദാരി എന്ന് പറയുന്നത് കരം മേടിക്കാനുള്ള പവറിനെയാണ് പറയുന്നത് ജമീന്ദാരി. ഞാൻ ജമീന്ദാരി എടുക്കാൻ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഗവൺമെന്റ് അത് സ്ഥലം എടുത്തു. നമ്മള് സ്വർണമൊക്കെ ബാങ്കിൽ വെച്ചാൽ അവർ ഓപ്ഷനിൽ ഇടും. എടുക്കാണ്ട് വരികയാണെങ്കിൽ അവർ ഓപ്ഷനിലിട്ട് ഓപ്പൺ ആയിട്ട് വിടും. അതേമാതിരി സ്ഥലത്തിനൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കുകാരെ പൈസ കൊടുത്താൽ അവർ വന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോകും. അതേമാതിരി ഇവിടെ ജമീന്ദാറിനെ അവർ വിറ്റ്, അല്ലെങ്കിൽ വിൽക്കുന്നത് എങ്ങനെയാ, ഓപ്ഷൻ വഴി, ലേലം വഴി വിറ്റ് അവർക്ക് ആ റൈറ്റിനെ കൊടുത്ത് പുതിയ ഓണറെ നാളെ തൊട്ട് നീ ആയിരിക്കും ഇതിന്റെ ജമീന്ദാർ, അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം, അല്ലെങ്കിൽ ജമീന്ദാരിന്റെ പവർ നിനക്കുണ്ട്, നീ അങ്ങനെ മാറ്റാന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റം കൊണ്ടുവന്നു. ഇനി അവിടെ എന്താ പറ്റിയ, കർഷകരുടെ പൊസിഷൻ എന്താ, അവര് വെറും സിമ്പിളാൻ, അവര് വെറുതെ ഒരു വാടകക്കാരന്മാര്, ജമീന്ദാറിന്റെ ഒരു വാടകക്കാരന്റെ ലെവലിലേക്കാണ് കർഷകർ പോകുന്നത്. പിന്നെ കോൺവാലിസിന്റെ ഉദ്ദേശം വന്നിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കാന്നായിരുന്നു, റിട്ടേൺ ആയിട്ടുള്ള അഗ്രിമെന്റ്. നമ്മൾ ഇവിടെയും പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്, പട്ടയം. ഈ പട്ട എന്ന് പറയുന്നത് ഈ സ്ഥലം നിനക്കാണ് എന്നുള്ളത് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത്. ഗവൺമെന്റ് പട്ടയം, നമ്മള് ഇടുക്കിയിലും അവിടെയൊക്കെ കണ്ടിരുന്നു, പട്ടയം കിട്ടിയിട്ടില്ല, അതിനുള്ള പ്രശ്നങ്ങൾ വന്നു. അപ്പൊ പട്ടയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതില് ഈ ഗവൺമെന്റിന്റെ ഈ പ്രാക്ടീസ് പട്ടയൊക്കെ കൊണ്ടുവന്നെങ്കിൽ കൂടെയും എന്തൊക്കെ പറഞ്ഞാലും കർഷകന് ജമീന്ദാറിന്റെ കാരുണ്യത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോ കർഷകൻ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാതിരി, അല്ലെങ്കിൽ വെറും ഒരു വാടകക്കാരന്റെ ലെവലായി പോയി എന്നുള്ളതാണ് അർത്ഥം അയാളുടെ പൊസിഷൻ. ഇതിനെ കൂടാണ്ട് 93-ലും 1799-ലും 1812-ലും ഒക്കെ ജമീന്ദാറിന് ഈ സ്ഥലങ്ങൾ പിടിക്കാനും വേറെ ആൾക്ക് മാറ്റാനും ആ പവർ ഒക്കെ കൊടുത്തിരുന്നുവല്ലോ. അപ്പോൾ ഇതിന് ഇയാളുടെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. കാരണം ഇത് ലീഗലാണ്. ഈ ലീഗൽ മെത്തേഡ് ആയിട്ടുള്ള ഹാരസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ലീഗലായിട്ട് അയാൾക്ക് പവർ ഉണ്ട്. നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ എടുക്കും, വേറെ ആർക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ജമീന്ദാറും ഓരോ വിധത്തിലും പല വിധത്തിലുള്ള മെത്തേഡ്സ്, നമ്മള് പഴയ ഹിന്ദി സിനിമകളൊക്കെ കാണാൻ പറ്റും. അടിച്ചിട്ട് കർഷകന്റെ വീട്ടിൽ പോയി അയാളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തെറിയുക, വീടിനെ കത്തിക്കുക, പിള്ളേരെ അടിച്ച് പുറത്താക്കുക, അല്ലെങ്കിൽ കർഷകന്റെ മക്കളെ കൊണ്ടുവന്ന് നമ്മളുടെ കാളയ്ക്ക് പകരം കെട്ടുക. ഇതൊക്കെ പഴയ ഹിന്ദി സിനിമയിൽ കാണിക്കുന്നുണ്ട്, ജമീന്ദാറുടെ ക്രൂരമായിട്ടുള്ള മെത്തേഡ്സ്. അങ്ങനെ ഏത് മെത്തേഡ്സും അയാൾക്ക് എടുക്കാൻ പറ്റും. കാരണം അതൊക്കെ ലീഗലായിട്ട് അവർക്ക് പെർമിഷൻ ഉള്ളത് കൊണ്ടാണ്. അതങ്ങനെ ഹരസ്മെന്റ് അല്ല, അവരെ ഉപദ്രവിച്ച ചൂഷണം കർഷകന് ചെയ്തുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അടുത്തതായിട്ട് നമ്മൾ
ഈ പറയുന്നത് ഈ കൾട്ടിവേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. കർഷകന് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പൊ ഈ റെഗുലേഷൻസ് ഉണ്ടായിട്ടും അവന് പ്രയോജനമില്ല. കോടതിയിൽ പോയാലും അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പാവമായിട്ടൊരു കണ്ടീഷനായി പോന്നു. ഇതിന് ശേഷം പെർമനന്റ് സെറ്റിൽമെന്റ് കാര്യങ്ങൾ കാരണം, അല്ലെങ്കിൽ ഈ വിവരം കാരണം എന്താണ് അതിന്റെ എഫക്ട് വരുന്നത്? ഒരു ഒരു വ്യത്യാസം വരുന്നില്ല. എന്തൊക്കെ നാച്ചുറൽ കലാമിറ്റീസ് വന്നാലും ജമീന്ദാർ അവരുടെ ലെവലിൽ തന്നെ നിന്നോണ്ടിരുന്നു. അല്ലെങ്കിൽ അവരുടെ വർഷങ്ങളായിട്ട് പിടിച്ചിരുന്ന കരം അതേമാതിരി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി. 68% ജമീന്ദാറിന്റെ ലാൻഡിനെ എടുത്ത് അവർ വിറ്റത് 1794-ലും 1819-ലും. കാരണം ഒരു ഒരു കർഷകൻ അവിടെ ഇല്ലെങ്കിൽ, ആ കൃഷി ചെയ്യാൻ ആളില്ലെങ്കിൽ, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ മരിച്ചുപോയോ അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയോ എന്തെങ്കിലും ആയാലും ജമീന്ദാർക്ക് വന്ന് കർഷകന്റെ പണി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അവർ വിൽക്കാൻ തുടങ്ങി. ഇതിന്റെ കൂടെ വ്യവസായം ചെയ്യുന്നവര്, ബിസിനസ് ചെയ്യുന്ന മർച്ചന്റ്സ്, ഗവൺമെന്റിൽ ജോലിയുള്ള ആൾക്കാര്, അതേമാതിരി ബാക്കിയുള്ള ജമീന്ദാർ, അവരൊക്കെ ഈ സ്ഥാനം. അപ്പൊ ഇങ്ങനെ ഒരു എടുപടി എന്നുള്ള വിക്കൽ വരുമ്പോഴത്തേക്ക് എന്താ പറ്റുക വെച്ചാൽ അവർക്ക് അവിടെ ലാൻഡിന്റെ വില കുറയും. നല്ല ചീപ്പ് റേറ്റ് ആയിട്ട് കിട്ടും. ചീപ്പ് റേറ്റ് ആയിട്ട് കിട്ടുമ്പോൾ ബാക്കിയുള്ളവർ, കയ്യില് പണമുള്ളവര്, ഗവൺമെന്റ് ഓഫീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ കച്ചവടക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ ജമീന്ദാർ ആയിക്കോട്ടെ, അവർ മേടിക്കാൻ തുടങ്ങി. ഇങ്ങനെ പുതിയ ആൾക്കാർ മേടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ അവർ എന്താ ചെയ്ത വെച്ചാല് അവർ അതിന്റെ റെന്റിന് അല്ലെങ്കിൽ റേറ്റിന്, ഇൻട്രസ്റ്റിന് കൂട്ടും. റെന്റ്, അതിൽ വാടക. ഇപ്പൊ ഞാൻ സ്ഥലം പോയി, എനിക്ക് സ്ഥലമില്ല, ഞാൻ നിങ്ങളുടെ സ്ഥലത്ത്, നമ്മൾ ലീസ് എന്ന് പറയാറില്ല, അതേമാതിരി തന്നെ അവര് ഇൻക്രീസ് വളരെ 5 രൂപ ഉണ്ടായിരുന്ന ഈ MG റോഡില് പത്മ തിയേറ്ററിന്റെ മുമ്പിൽ അവിടെ 1 സെന്റ് സ്ഥലത്തിന് 5 രൂപ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതായത് എന്റെയൊക്കെ ജന്മകാല സമയത്ത് 5 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ 5 കോടി കൊടുക്കണ്ടേ 1 സെന്റിന്. അപ്പൊ അങ്ങനെ വ്യത്യാസം വരുന്നു. അവര് പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് വേണ്ട ബെനിഫിറ്റ് അവര് ഉണ്ടാക്കുന്നു. ഇനി പട്ടിണി താലൂക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് എന്താന്ന് വെച്ചാല്, ജമീന്ദാർ അയാളുടെ രാജാവിന്റെ തലയിലാണ് ഈ എസ്റ്റേറ്റ് മുഴുവനും. ആ എസ്റ്റേറ്റിനെ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്നു. പട്ടിണി താലൂക്സ്, അതിന്റെ പേരാണ് പട്ടിണി താലൂക്സ്. ഇതിനെ ഓരോന്നിനെയും പെർമനന്റ് ആയിട്ട് റെന്റ് കൊടുത്തിട്ട്, ആ റെന്റിന്റെ അതില് റെന്റ് തന്നില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുക്കും, എന്നിട്ട് വേറെ വിൽക്കും. അപ്പോ ജമീന്ദാർ ഈ ഈ വിവരം അതായത് പ്ലോട്ടാക്ക്, വലിയ പ്ലോട്ട് മേടിക്കുക, ചെറിയ ചെറിയ പ്ലോട്ടായിട്ട് വിൽക്കുക. അതിപ്പോ റിയൽ എസ്റ്റേറ്റ്, നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന പണിയാണ്. അപ്പൊ ഇതിനെ നമ്മള് ചെറിയ വിധത്തിൽ കഷ്ണങ്ങളാക്കി വിൽക്കുക. എല്ലാവർക്കും ഫുള്ളായിട്ട് മേടിക്കാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാർ ചേർന്ന് വലിയ പ്ലോട്ട് മേടിച്ചിട്ട് അതിനെ മുറിച്ചു വിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി. അതാണ് ഇപ്പൊ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഇനി ഈ അടുത്തതായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ പെർമനന്റ് സെറ്റിൽമെന്റിന് ശേഷം വരുന്ന ഒരു സിസ്റ്റമാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന റോട്ടുവാരി സിസ്റ്റം. ഇവിടെ ആരാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്? അതിൽ വരുന്നിട്ടുള്ള ഗവൺമെന്റ് ഓഫീസറാണ്. എന്തിന് ബേസ്ഡ് ആണ്? കൾട്ടിവേഷൻ, ലാൻഡിൽ നിന്ന് എത്ര കൾട്ടിവേറ്റ് ചെയ്യുന്നു അതിന് ബേസ്ഡ് ആണ്. കൾട്ടിവേറ്റിംഗ് അതിന്റെ എമൗണ്ട് കൾട്ടിവേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും. ഇനി വേറൊരു കൾട്ടിവേറ്റർ അല്ലെങ്കിൽ വേറൊരു ബിസിനസ് മാൻ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർഷകൻ കണ്ടു കഴിഞ്ഞാൽ ഈ സെയിം ഫീൽഡില് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ അങ്ങനെ തന്നെ ഫാലോ ആയിട്ട് കിടന്നോട്ടെ, തരിശു ഭൂമിയായിട്ട് കിടന്നോട്ടെ. അങ്ങനെ വരുമ്പോ കമ്പനിക്ക് ടാക്സ് വില്ലേജിൽ നിന്ന് മേടിക്കണം. ഈ വില്ലേജ് ടാക്സിന് ആരാണ് കൊടുക്കേണ്ടത്? ഓരോരുത്തരും, ആ വില്ലേജിലുള്ള ഓരോരുത്തരും ടാക്സ് കൊടുക്കണം. ഇനി ഈ റോയ്ട്ട്വാരി തിയറിയില് പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗസ് വർക്കാണ്. ഇത്രയും ഉണ്ടാകും, ഇത്രയും സ്ഥലത്തിൽ ഇത്രയും സാധനം ഉണ്ടാകും എന്നുള്ള ഒരു ഗസ് വർക്കാണ്. ഗസ് വർക്കിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നു, എമൗണ്ട് ഡിമാൻഡ് ചെയ്ത് മേടിക്കുന്നു. അതിനുശേഷം ഡിഫിക്കൽട്ടി വരുമ്പോഴത്തേക്കും ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി പോകും അവർക്ക്.
മഹൽവാരി സിസ്റ്റത്തിൽ എന്താ പറയുന്നത് വെച്ചാല്, മഹൽവാരി സിസ്റ്റത്തില് ഈ എസ്റ്റേറ്റ് അല്ലെങ്കിൽ വിൽക്കുന്ന എസ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോ നെസസറി ആയിട്ട് അവർക്ക് ചെയ്യേണ്ടത് ആ ഒരു പ്രധാൻ എന്ന് വെച്ചാൽ ഒരു ഹെഡ്മാൻ, ഒരു വില്ലേജിലെ നാട്ടിലെ പ്രമാണി, അതാണ് പ്രധാൻ. പ്രമാണി മുഖാന്തരമോ അല്ലെങ്കിൽ ഹെഡ്മാൻ മുഖാന്തരമോ വേണം പോവാനായിട്ട്. അപ്പൊ അങ്ങനെ പോരുമ്പോൾ അവര് ഒരു റെക്കോർഡ് ഉണ്ടാക്കണം. ആ റെക്കോർഡിന്റെ പേരാണ്, ചെറിയൊരു റെക്കോർഡിന്റെ പേരാണ്, അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ യൂണിറ്റിന്റെ പേരാണ് മഹൽ. അങ്ങനെ റെക്കോർഡ് ചെറിയ ചെറിയ വേർഡ് ഉണ്ടാക്കി മഹൽ എന്നുള്ളതെന്നാണ് മഹൽവാരി എന്നുള്ള ഒരു സെറ്റിൽമെന്റ്. മഹൽവാരി സെറ്റിൽമെന്റ് വരുന്നത് അതിൽ നിന്നാണ്. ചെറിയ യൂണിറ്റിനെയാണ് മഹൽ എന്ന് പറയുന്നത്. ആ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ മഹൽവാരി സെറ്റിൽമെന്റ്. ഇറ്റ് വാസ് ഇവിടെ എന്താ വെച്ചാല്, ഒരാൾക്ക് എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ വലിയ വലിയ ജമീന്ദാസിന് പറ്റില്ല. ചെറിയ ആൾക്കാർക്ക്, ഒരാൾക്ക് ഇപ്പൊ എനിക്ക് രണ്ട് പ്ലോട്ട് അല്ലെങ്കിൽ 2-3 പ്ലോട്ട് മേടിക്കാൻ പറ്റും. അതേമാതിരി തന്നെ ഈ ജമീന്ദാറും അവരുടെ സിസ്റ്റമും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഇനി മഹൽവാരി സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുമ്പോഴും അവിടെയും ആൾക്കാർ തെറ്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ അവർ ടാക്സ് ഫിക്സ് ചെയ്യുന്നുണ്ട്, കാൽക്കുലേഷൻസ് തെറ്റാവുന്നുണ്ട്. അതിനുശേഷം ഗവൺമെന്റിന്റെ റവന്യൂ മാറുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വില്ലേജിലെ മഹൽവാരി സിസ്റ്റത്തിലും വലിയ കാര്യങ്ങളായിട്ട് ഉണ്ടായില്ല. ഇനി ഇഫക്ട്സ് ഓഫ് ദ മഹൽവാരി സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര കടൻ വന്നു. ലാസ്റ്റിലായപ്പോഴത്തേക്ക് മണി ലെൻഡേഴ്സ് പിടിച്ചെടുക്കാൻ തുടങ്ങി. അതിനുശേഷം സപ്പോർട്ട് ചെയ്യുന്നവരും എടുക്കാൻ തുടങ്ങി. 1833 ഒരു ഡിപ്രഷൻ വരുന്നുണ്ട്. അപ്പോഴും കഷ്ടം വരുന്നു, ബിസിനസ് കൊളാപ്സ് ആകുന്നു. 1840 ഒരു ലാൻഡ് ഒക്കെ സോൾഡ് ചെയ്ത് ഒരു ലാൻഡ് റവന്യൂന്റെ പ്രശ്നങ്ങളാണ്. 1857 നമ്മള് ഈ വില്ലേജസും അവരെന്താ ചെയ്യുന്നത്, നോർത്ത് ഇന്ത്യയില് ഇവര് ദേഷ്യം വന്നിട്ട് ആൾക്കാർ കയറി അറ്റാക്ക് ചെയ്യും തുടങ്ങി. കോർട്ട് അറ്റാക്ക് ചെയ്തു, അവരുടെ ഓഫീഷ്യൽസ് അറ്റാക്ക് ചെയ്യുന്നു. കാരണം ഇവർക്ക് വില്ലേജിലുള്ളവർക്കും താലൂക്കിലുള്ളവർക്കും ഒക്കെ പ്രശ്നമുണ്ട്. അവർക്ക് ഇവരെ എവിടെയെങ്കിലും ഓടിക്കണം, ഇവരെ ഇവിടുന്ന് ഓടിച്ചു വിടണം. ഓടിച്ചു വിട്ട ശേഷമാണ് അവർക്ക് സമാധാനമായിട്ട് ഈ ഓപ്ഷൻ പർപ്പസ് പർച്ചേസ് എല്ലാം മാറ്റാനുള്ള പരിപാടികളാണ് കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ നമ്മൾ അടുത്തത് വരുന്നത് കൊളോണിയൽ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. അപ്പൊ ഈ 7ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ബിസിനസ് ആണ്. ബിസിനസ് എത്രത്തോളം ഫ്രീ ട്രേഡ് എന്ന് പറയും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലാൻഡ് എടുക്കാം, എത്ര വേണമെങ്കിലും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ഇവിടെ നിന്ന് ഉണ്ടാക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കാം. അതാണ് ഇവിടെ പറയുന്നത് 7ാമത്തെ ഇൻഡസ്ട്രിയൽ ആയിട്ട്. നമ്മൾ ഇത്രയും നേരം പരാമർശിച്ചത് അഗ്രികൾച്ചർ ആണ്. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഷെയർ അനുസരിച്ചിട്ടാണ് ബിസിനസ് ഉണ്ടാക്കുന്നത്. ജോയിന്റ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാക്കുന്നു ബിസിനസ്സുകാര്. ഒരു സിംഗിൾ പ്രൊപ്പറേറ്റർ ആകാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആകാം. ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്നത് ഒറ്റാള് കൊണ്ടുവരുന്നതല്ല, എല്ലാവരും കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നു. അതേസമയം അവരിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്ന, എലിസബത്ത് ഒരു റിട്ടേൺ ആയിട്ട് റെക്കോർഡ് കൊടുക്കുന്നുണ്ട് അവർക്ക് പെർമിഷൻ. ആ റിട്ടേൺ റെക്കോർഡ് വഴിയാണ് ഇവർ മോണാർക്കിനെ കണ്ട്, ഇവിടുത്തെ രാജാക്കന്മാരെ കണ്ട് അവർ വഴി ബിസിനസ് ചെയ്യുന്നു. ചാർട്ടർ ആക്ട് എന്നാണ് ഈ റെക്കോർഡിന് പറയുക. ഈ റെക്കോർഡ് പ്രകാരം റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. മൊണോപ്പൊളി നിങ്ങൾ മാത്രം, ബ്രിട്ടീഷുകാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആ നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാരുണ്ട്, പോർച്ചുഗീസുകാരുണ്ട്, പക്ഷെ ഇംഗ്ലണ്ടിന് മാത്രമാണ് ഈ റൈറ്റ് കിട്ടുന്നത്. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് മാത്രം ബിസിനസ് ചെയ്യുക, വേറെ ആരടുത്തും ബിസിനസ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഓർഡർ കൊണ്ടുവന്നു. അതിനുശേഷം ബിസിനസ്സുകാർക്ക് അവരുടേതായ ഓഫീസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് നമ്മൾ ഫ്രീ മർച്ചന്റ് എന്ന് പറയാം. ഒരുമിച്ച് കമ്പനികളിൽ ഇൻട്രസ്റ്റ് കൊണ്ടുപോകുന്നവരും ആ കമ്പനി ഡയറക്ടേഴ്സിന് സ്റ്റോപ്പ് ട്രേഡ് ചെയ്യാനുള്ള അധികാരം, സ്കെയില്, പേ, അവരുടെ പേ എത്രത്തോളം വേണം, എത്രത്തോളം കൊടുക്കണം എന്നുള്ളതൊക്കെ അവരാണ് നിശ്ചയിക്കുന്നത്. ഇനി ദസ്തക് എന്ന് പറഞ്ഞ ഒപ്പിടല. കമ്പനി സർവൻസിന് അവരുടെ സ്ഥലങ്ങൾ മാറ്റുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ഫ്രീ ട്രേഡും ഡ്യൂട്ടി ഫ്രീ ട്രേഡ്, പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് ഡ്യൂട്ടി കൊടുക്കണം. അതില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഈ ഫ്രീ മർച്ചന്റ്സ് എന്താ ചെയ്യുന്ന വെച്ചാൽ അവരുടെ പണം മുഴുവനും അവർ നാട്ടിലേക്ക് അയക്കുന്നു. അവരുടെ കമ്പനിയിലുള്ളവരും വർക്ക് ചെയ്യുന്നു. ഏജന്റുമാര്
തേർഡ് പേഴ്സൺ ഏജന്റുമാർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അവർ ബിസിനസ് ഉണ്ടാക്കി അവരുടെ പേര് തന്നെ മാനേജിങ് ഏജൻസീസ് അല്ലെങ്കിൽ ട്രസ്റ്റീസ് എന്നാക്കും. അങ്ങനെയാണ് ഈ അബോളിഷ് ചെയ്യുന്നത്. മൊണോപ്പൊളി ട്രേഡ് 1813 അബോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. 83 അബോളിഷ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ കമ്പനിയുടെ ബിസിനസ് എങ്ങനെയാ വരുന്നത് വെച്ചാല് ഏറ്റവും കൂടുതലായിട്ട് കുറച്ച് മേടിക്കുക, വലിയ ലെവലിൽ വിൽക്കുക. അപ്പൊ ബെനിഫിറ്റ് കിട്ടും. അതിനെ നമുക്ക് കൊണ്ടുപോകാം. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മെയിൻ ബിസിനസ് ആയിരുന്നത് സ്പൈസ്, കോട്ടൺ എല്ലാമാണ്. ഇതിനെയൊക്കെ കൊണ്ടുപോയി അവര് ഇംഗ്ലീഷ് ഫാക്ടറി അല്ലെങ്കിൽ ഫാക്ടറി എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കൺട്രിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെയാണ് ഫാക്ടറി എന്ന് പറയാ. അതേമാതിരി സ്റ്റോർ ചെയ്യുക ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇനി അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാല് ഇവിടെ അവർക്ക് മാക്സിമം ആയിട്ട് മാർജിനലൈസ് ചെയ്തിട്ടുള്ള പോളിസികളാണ്. ഇവിടെ ഗവൺമെന്റിന്റെ ആ കാലഘട്ടത്തിൽ മുഗൾ ഗവൺമെന്റ് തളർന്നു പോയത് കൊണ്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത്രയും സ്ട്രോങ് ആയിട്ട് വന്നത്. അതേമാതിരി കർഷകരും അതേമാതിരി കൈവേലകൾ ചെയ്യുന്നവര്, വീവേഴ്സ്, ഇൻഡിഗോ, ഇവരൊക്കെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ പ്രോഡക്ട്സ് ആണ് കമ്പനി മേടിച്ചു കൊണ്ടുപോയത്. അപ്പൊ കമ്പനിക്കാണ് പവർ കൂടുതൽ വരുന്നതും പെസന്റിന് അല്ലെങ്കിൽ ആൾക്കാർക്കും സ്ഥാനങ്ങൾ കിട്ടിയിരുന്നില്ല. അവർക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടായിരുന്നില്ല. ഈ മെർക്കൻഡൈൽ ബിസിനസ്സിൽ കൂടിയും പൊളിറ്റിക്കൽ ആയിട്ട് ഇവര് ബിസിനസ്സിനെ ബിസിനസ്സിന് ഒരു പൊളിറ്റിക്കൽ മോഡലിൽ കൊടുത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുന്ന് സാധനങ്ങൾ അയക്കുകയാണ്. അതേമാതിരി തന്നെ അവർ എന്താ ചെയ്യുക, ഒരു ഫോർട്ട് കെട്ടും. പ്രൊഡക്ഷൻ സേഫ് ആയിട്ട് വെക്കാനായിട്ട് ഫോർട്ട് മാതിരി കെട്ടുന്നു. അങ്ങനെയാണ് നമ്മുടെ മദ്രാസിലെ സെന്റ് ഫോർട്ടും കൽക്കട്ടയിലെ വില്യം ഫോർട്ടും. ഇതിന്റെ അകത്താണ് അവര് ആർമികളെ സൂക്ഷിച്ചിരുന്നതും പടക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നതും. ഈ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം കൊണ്ട് അവരുടെ മെത്തേഡ്സ് ഒന്ന് മാറ്റി കൊണ്ടുവന്ന ശേഷം ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്, മാക്സിമം ഇൻഡസ്ട്രിക്ക് അവരുടെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവരുടെ ബെനിഫിറ്റ്. അങ്ങനെ ഇംഗ്ലണ്ടിലുള്ള കമ്പനിയായിട്ട് ഇവിടെ കമ്പയർ ചെയ്താണ് കൊണ്ടുപോയിക്കൊണ്ടുവന്നത്. അതേമാതിരി എക്സ്പോർട്ടും വ്യവസായം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പോളിസികൾ ഒരു മില്യൺ കണക്കാണ് ഡോളേഴ്സ് ആണ് പോകുന്നത്. ആ കോട്ടൺ ക്ലോത്തും 15% കൂടി. അതേസമയം അവരുടെ ട്രേഡിങ്ങും നല്ല വിധത്തിൽ കൂടി. കോട്ടൺ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കോട്ടൺ ക്ലോത്ത്സ്, റോ സിൽക്ക്, സോൾട്ട് പെറ്റ്, ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോകുന്നു. ചെറിയ എമൗണ്ട് ആണ് സിൽക്ക് ക്ലോത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പോളിസി എന്താ വെച്ചാൽ ടെറിട്ടോറിയൽ റവന്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് നോൺ കൊമേഴ്സ്യൽ ഏർണിങ്സ് ആണ്. ടെറിട്ടോറിയൽ ലെവലിൽ കൊണ്ടുവന്ന് നിർത്തുന്നതും കമ്പനി ദിവാന്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് കോർപ്പറേഷനായിട്ട് മാറ്റുന്നു. ഇക്കണോമിക് ഡ്രെയിൻ, മുഴുവൻ പണം ഇവിടെ നിന്ന് പോവാണ്. നാട്ടിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവരുടെ പണത്തിലേക്ക് പോകുന്നു, ഈ ട്രിബ്യൂട്ട് ആയിട്ട് പോകുന്നു. അതിനാണ് നമ്മൾ ഇക്കണോമിക് ഡ്രെയിൻ എന്ന് പറയുക. ഡീഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരുന്നുണ്ട്. എന്നൊക്കെ ചെയ്തിട്ടും അവർക്ക് പറ്റാത്തത് എന്താ വെച്ചാൽ ഇവിടെയുള്ള വീവേഴ്സിന്റെയും സ്പിന്നേഴ്സിന്റെയും എമൗണ്ട് കുറയുന്നു. അതേമാതിരി ബ്രിട്ടീഷ് ഇൻഡസ്ട്രിക്കൽ ആവറേജും കുറയുന്നു. ഇതേമാതിരി തന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഡീഇൻഡസ്ട്രിയലൈസേഷൻ കാരണം ഇവിടെ ടെക്നോളജി ഇല്ല. അതേമാതിരി തന്നെ നമുക്ക് ലാർജ് സ്കെയിലിൽ പറ്റുന്നില്ല. അപ്പോൾ എവിഡൻസസ് ഇല്ല. ഗ്രോത്തിന്റെ ഒരു പ്രോഗ്രാം അല്ലെ, നമ്മളുടെ പെർ ക്യാപിറ്റ കുറഞ്ഞു വരികയാണ് 19ാം നൂറ്റാണ്ടിൽ. ഈ ഓരോ യൂണിറ്റിന്റെയും ക്ലോത്തിന്റെ യൂണിറ്റ് കുറഞ്ഞു വരുന്നു. അതേമാതിരി തന്നെ യാണിന്റെയും കുറഞ്ഞു വരുന്നു. എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് വളരെ കഷ്ടമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഇതിന്റെയൊക്കെ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഇൻക്രീസ് ചെയ്യുക. എത്രത്തോളം ബ്രിട്ടീഷ് കമ്പനീന്റെ കൺട്രോള് ഇവിടെ ചെയ്തോ അതേമാതിരി തന്നെ അവരുടെ കൺട്രോള് അവിടെ വരുന്ന ചേഞ്ചസിനെയാണ് ഇവിടെ മർച്ചന്റ് അല്ലെങ്കിൽ ബിസിനസ്സുകാര് അവരുടെ കമ്പനി മുഖാന്തരം ഈ ടെറിട്ടോറിയൽ പവർ, ആ ടെറിട്ടറി എന്ന് വെച്ചാൽ സ്ഥലത്തിൽ പവർ കൺട്രോൾ എടുക്കാണ്. ആ കൺട്രോൾ എടുക്കുമ്പോൾ അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്, ക്വാണ്ടിറ്റി ഒഫീഷ്യൽസ് ഉണ്ട്, ട്രേഡിനെ പറ്റിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ഡാറ്റ ഉണ്ട്. എല്ലാ വിധത്തിലും അവരുടെ കയ്യിൽ മാനുഫാക്ചറിങ്, നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചറിങ് ഡിവിഷനില് ഇതിന്റെയൊക്കെ കുറവുള്ളത് കൊണ്ടാണ് അവർക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. മൾട്ടിപ്ലിക്കേഷൻ, മാൻമെയ്ഡ് സാധനങ്ങളാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ടെക്നോളജി നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ടെക്നോളജി കൂടുതലാണ് അല്ലെങ്കിൽ ഹയർ ലെവലാണ്. അങ്ങനെ വരുമ്പോഴും
മാനുഫാക്ചറിങ് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും ഇവിടുന്ന് അതേമാതിരി കൊളോണിയൽ റൂളിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യനെ കൊണ്ടുവന്ന് ഇന്ത്യ അണ്ടർ ക്രൗൺ എന്നുള്ളതിന് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ആ സമയത്ത് നമ്മൾ അവരുടെ അടിമകൾ മാതിരി അവർക്ക് വേണ്ട സാധനങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട കൺവീനിയൻസ് ചെയ്തു കൊടുക്കുക, അവർക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മള് മദർ കൺട്രി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്, അല്ലെങ്കിൽ ക്വീൻ, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആണ് മദർ കൺട്രി. നമ്മൾ അവരുടെ സബോർഡിനേറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ അവരുടെ കൊളോണിയലിസം. അങ്ങനെയാണ് ഈ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ചെയ്ത് അവര് ഇന്ത്യൻ ഗവൺമെന്റ് 1947 ജയിക്കുന്നവരെ അവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. നന്ദി, നമസ്കാരം.